എന്നതാണ് എടുത്തു പറയേണ്ടത്. കൽപ്പറ്റയിൽ, വയനാട്ടിലെ കൽപ്പറ്റയിൽ കൃത്യമായ മേൽക്കൈ സിദ്ദിഖ് തുടരുകയാണ്. അത് 5000-ന് മുകളിലേക്ക് എത്തുകയാണ്. 5000-ന് മുകളിൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഏതാണ്ട് വിജയം ഉറപ്പിക്കുകയാണ്. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് 1965 വോട്ടിന് പിന്നിൽ തന്നെയാണ്. സൂരജ് അവിടെ വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റഡിയായി ലീഡ് ഉയർത്തി വരുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ബേബി MLA എന്ന ഇടതുപക്ഷം പുകഴ്ത്തിയിരുന്ന സച്ചിന് ഇത്തവണ പരാജയം നടക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സച്ചിൻ പിന്നോട്ട് പോവുകയാണ്. ശേഷം കൈപ്പത്തി അടയാളത്തിൽ ആരുമില്ലാതിരുന്ന കോഴിക്കോടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അവിടെ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് പിന്നിൽ നിൽക്കുന്നു. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 6000 കടന്നു. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 6000 കടന്നു. തിരുവല്ലയിൽ അനൂപ് ആന്റണി ഒരു ഘട്ടത്തിൽ മുന്നിലെത്തുന്നു എന്നതാണ് തിരുവല്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. NDAയുടെ സ്ഥാനാർത്ഥി തിരുവല്ലയിൽ അനൂപ് ആന്റണി മുന്നിൽ, LDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി തിരുവല്ലയിൽ മുന്നിൽ നിന്ന് കണക്ക് പുറത്തു വരുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ KV സുമേഷ്, പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ വീണ്ടും മുന്നിൽ എന്ന വാർത്ത പുറത്തു വരുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 2145 വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മുന്നിൽ. 2145 വോട്ടുകൾക്ക് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. കണ്ടോൺമെന്റ് ഹൗസിൽ ആഘോഷം തുടങ്ങി രേണുക. കണ്ടോൺമെന്റ് ഹൗസിൽ വലിയ ആഘോഷം. ആഘോഷങ്ങളിലേക്ക് പോകണം നമുക്ക്. ദൃശ്യങ്ങൾ കാണൂ പ്രേക്ഷകരെ, ദൃശ്യങ്ങൾ കാണൂ. കണ്ടോൺമെന്റ് ഹൗസിൽ കണ്ടോൺമെന്റ് ഹൗസിൽ ആവേശം തുടങ്ങിയിരിക്കുന്നു. ആവേശ കാഴ്ചകൾ കണ്ടോൺമെന്റ് ഹൗസിൽ. വലിയ വിജയം, 100 അടിക്കും UDF എന്ന ആവേശ കാഴ്ച. സതീശന്റെ അപ്രമാദിത്യം. അതെ, അവിടെ നേതാക്കളുണ്ട്. KPCC ആസ്ഥാനത്ത് പന്തൽ കെട്ടി ലഡുവിന് ഓർഡർ കൊടുത്ത്, പാൽപ്പായസിന് ഓർഡർ കൊടുത്ത് ഇരിക്കുകയായിരുന്നു. മണക്കാട് സുരേഷ് ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ പകുതി ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. ഒന്നും വേസ്റ്റ് ആവില്ല എന്ന് വ്യക്തമാകുന്നു. ത്രിവർണ്ണ നിറത്തിലുള്ള ലഡു കേരളമെമ്പാടും വിതറും. ത്രിവർണ്ണ ലഡു കേരളത്തിൽ വിതറും. ഇടുക്കിയിലിതാ റോയ് കെ പൗലോസ് മുന്നിട്ട് നിൽക്കുന്നു. കേരളത്തിലുടനീളം ഇത്തവണ UDFന്റെ ശക്തമായ തരംഗം എന്നതാണ് ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടത്. 47 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിൽ, CPM 22 സീറ്റുകളിൽ മാത്രം, IUML 13 സീറ്റുകളിൽ, CPI 5 സീറ്റുകളിൽ. LDFന്റെ സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. തവനൂരിൽ 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ VS ജോയ് 3554 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. KT ജലീലിന് വലിയ തിരിച്ചടി. റാന്നിയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ചെറിയ ആശ്വാസമുണ്ട്. പക്ഷെ പാലക്കാട് ശോഭാ സുരേന്ദ്രന് ഒരു മുന്നേറ്റമുണ്ട്. ഒരു പക്ഷേ 2021 ഇതിന് സമാനമാകുന്ന തരത്തിൽ അന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു E ശ്രീധരനായിരുന്നു അവസാന ലാപ്പ് വരെ മുന്നിൽ നിന്നത്. അതിനുശേഷമായിരുന്നു ഷാഫി പറമ്പിൽ വിജയിച്ചത്. ഒരു പക്ഷേ ഇപ്പോൾ വോട്ടെണ്ണുന്നത് ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ NDAയുടെ ഈ ഭൂരിപക്ഷം ഏത് മണിക്കൂറുകളിലും ഏത് നിമിഷവും മാറിമറിയാം. പക്ഷേ 2145 വോട്ടുകൾക്ക് ഈ ഘട്ടത്തിൽ നിൽക്കുന്നു. തൃത്താലയിൽ ഇപ്പോഴും MP രാജേഷ് പിന്നിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ നേരിയ മുൻതൂക്കം ചില മണ്ഡലങ്ങളിൽ എങ്കിലും ഇടതുപക്ഷത്തിനുണ്ട് എങ്കിൽ പോലും അതൊന്നും ഒരു അപ്പർ ഹാൻഡിലേക്ക് പോകുന്ന തരത്തിലുള്ള മേൽക്കൈയായി മാറുന്നില്ല. 3 സീറ്റുകൾ NDA മുന്നിലാണ് സംസ്ഥാനത്ത്. ഒന്ന് പാലക്കാട്, ഒന്ന് ചാത്തന്നൂര്, മറ്റൊന്ന് നേമം. കഴക്കൂട്ടത്തെ കണക്കുകൾ വരാറുണ്ട്. കഴക്കൂട്ടത്തെ കോഴിക്കോട് 4 സീറ്റുകൾ. നേമം മഞ്ചേശ്വരം ലീഡ് പോയി. മഞ്ചേശ്വരം വലിയ പിന്നിൽ പോയി സുരേന്ദ്രൻ, ഒരുപാട് പിന്നിൽ പോയി സുരേന്ദ്രൻ. തൃത്താലയിൽ MP രാജേഷ് ഇപ്പോഴും പിന്നിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. MP രാജേഷ് പിന്നിൽ നിൽക്കുമ്പോൾ VT ബൽറാം 371 വോട്ടുകൾ, അതും ഒരു കൃത്യമായ മെജോറിറ്റിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ചിത്തരഞ്ജൻ 635 വോട്ടുകൾക്ക് പിന്നിൽ. ആലപ്പുഴയിൽ AD തോമസ് 635 വോട്ടുകൾക്ക് മുന്നിൽ. അത് നല്ല കാര്യമാണ്. AD തോമസ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ അടിയേറ്റ AD തോമസ് അവിടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. തോമസിന്റെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ അടിയേറ്റ AD തോമസ് ആലപ്പുഴയിൽ മുന്നിൽ തല്ലിയ AD തോമസ് മുന്നിലെന്നേ ജനം കണ്ടതാണ്. കോങ്ങാട് KA തുളസി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 1277 വോട്ടുകൾക്കാണ് തുളസി മുന്നിട്ട് നിൽക്കുന്നത്. രമ്യ ഹരിദാസ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ചിറയൻ കീഴുന്ന LDF കോട്ട ഇളകുന്നു.
ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് രമ്യ ഹരിദാസ് കടക്കുന്നു. 107 വോട്ടുകൾക്കാണ് ഇപ്പോൾ രമ്യ ഹരിദാസ് മുന്നിൽ നിൽക്കുന്നത്. ചിറയിൻ കീഴിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരും പാലക്കാടും മാത്രമേ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? രാജേഷിന് കാലിടറുകയാണ്. മന്ത്രിമാരാണ് ഇത്തവണ തോൽക്കുന്നത്. 48 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിലാണ് മഞ്ജുഷ്. ഇപ്പോഴത്തെ പുതിയ കണക്കിൽ 48 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിലാണ്. 22 സീറ്റുകളിൽ മാത്രമാണ് CPM ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ള കണക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതായത് 22 ഇപ്പോൾ 48 ആയത് എന്ന് ആലോചിക്കണം. 26 സീറ്റുകൾ ഇതിനകം തന്നെ UDF കോൺഗ്രസിന് ലഭിച്ചു കൂടി കഴിഞ്ഞു ലീഡ് നിലയിൽ. അത് വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. വലിയ ട്രെൻഡാണ്. സീറ്റുകൾ മണലൂരിൽ TN പ്രതാപൻ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. മണലൂരിൽ TN പ്രതാപൻ 128 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ലീഡ് വീണ്ടും ഉയർത്തുന്നുണ്ട്. അത് 6000-ലേക്ക് എത്തുന്നു ശോഭാ സുരേന്ദ്രൻ എന്നതാണ്. ഈ BJPയുടെ 2 സീറ്റ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഒരെണ്ണം 4 സീറ്റിലുണ്ട്. 4 സീറ്റിൽ കാസർഗോഡ് പക്ഷേ ഇപ്പോൾ അശ്വിന് പിന്നിലാണ്. നേമത്ത് മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് കോഴിക്കോട് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 6834 വോട്ടുകൾക്ക് മുന്നിൽ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 6834 വോട്ടുകൾക്ക് മുന്നിൽ. പക്ഷേ മഞ്ചേശ്വരത്ത് സുരേന്ദ്രന് പടയോട്ടം നടത്താൻ സാധിക്കുന്നില്ല. 2452 വോട്ടുകൾക്ക് അഷ്റഫ് അവിടെ മുന്നിട്ട് നിൽക്കുമ്പോൾ K സുരേന്ദ്രൻ പിന്നിലേക്ക് പോകുന്നു എന്നതാണ്. പക്ഷെ പാലക്കാട് അതിന് പകരം തീർക്കുമോ ശോഭാ സുരേന്ദ്രൻ? വളരെ പ്രധാനപ്പെട്ട കണക്ക്. പിന്നിൽ പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? സതീശൻ പിന്നിൽ 247 വോട്ടുകൾക്ക് പറവൂരിൽ സതീശൻ പിന്നിൽ. പറവൂരിൽ VD സതീശനും പുറകോട്ട് പോകുന്നു. വലിയ വിചിത്രമായ കാഴ്ചകൾ കൂടി തുടരുന്നതിനിടെ ഇതാ ഒരു ഘട്ടത്തിലെങ്കിലും ഇപ്പോൾ ഇതാ VD സതീശൻ പിന്നിലേക്ക് പോകുന്നു എന്നത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി മോഹികൾ ആശ്വസിക്കുന്ന ഒരു നിമിഷം. പക്ഷേ UDFന്റെ അണികൾ ആഗ്രഹിക്കാത്ത ഒരു നിമിഷം. അവിടെ VD സതീശൻ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പറവൂരിൽ VD സതീശൻ പിന്നിൽ. വോട്ടുകൾക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും 766 വോട്ടുകൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പിന്നിലാണ്. കേരളം UDF തൂത്തുവാരുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്നിൽ. 1996 കേരളത്തിൽ ആവർത്തിക്കുമോ? അന്ന് VS തോറ്റു, LDF ജയിച്ചു. അതുപോലെ ആകുമോ കാര്യങ്ങൾ എന്നുള്ളതാണ്. VD സതീശൻ പിന്നിൽ. ഈ സമയത്ത് തന്നെ കൊടുക്കണം. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ലീഡ് ഉയർത്തുന്നു. 5000-ന് മുകളിൽ രമേശ് ചെന്നിത്തല ലീഡ് ചെയ്യുന്നു ഹരിപ്പാട്. രാഷ്ട്രീയ കൗതുകത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പിണറായി വിജയൻ പിന്നിട്ട് നിൽക്കുന്നു 700 വോട്ടുകൾക്ക്. അതേസമയം VD സതീശൻ, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന VD സതീശൻ പിന്നിൽ നിൽക്കുന്നു. അതേസമയം രമേശ് ചെന്നിത്തല 5000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ലീഡ് തുടരുകയാണ്. 2 റൗണ്ടുകൾ കഴിഞ്ഞു എന്ന വിവരം വരുന്നു. അപ്പോഴും കൗതുകകരമായ ഈ രാഷ്ട്രീയ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി പോകണം. ധർമ്മടത്ത് പിണറായി പിന്നിൽ 747 വോട്ടുകൾക്ക്. പറവൂരിൽ VD സതീശൻ പിന്നിൽ പോകുന്നു. പരവൂരിൽ പിന്നിൽ. പേരാവൂരിൽ KK ശൈലജ മുന്നിൽ പോകുന്നു. VD സതീശൻ പറവൂരിൽ പുറകിൽ പോകുന്നു. രമേശ് ചെന്നിത്തല ഹരിപ്പാട്ട് മുന്നിൽ വരുന്നു. 5000-ന് മുകളിൽ വോട്ടുകളിൽ ഭൂരിപക്ഷം നേടുന്നു. അങ്ങനെ വ്യത്യസ്തമായ വിചിത്രമായ കൗതുകകരമായ ഒരു ക്ലാരിറ്റി കൂടി. NDA 4 എന്ന് പറയുമ്പോൾ 4 ആണോ 5 ആണോ എന്ന് ക്ലാരിറ്റി വേണം. നേമത്ത് മുന്നിൽ, കോഴിക്കോട് സൗത്തിൽ മുന്നിൽ, പാലക്കാട് മുന്നിൽ, ചാത്തന്നൂരിൽ മുന്നിൽ. ഈ 4 ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ചാത്തന്നൂരിൽ ആദ്യ ഘട്ടത്തിൽ ചെറിയ ലീഡ് NDAക്കുണ്ട്. പാലക്കാട് ഇപ്പോൾ 6000-ൽ പരം വോട്ടുകളുടെ ലീഡ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നു. നേമത്ത് മുന്നിലാണ്. കോഴിക്കോട് സൗത്തിലും മുന്നിലാണ്. മഞ്ചേശ്വരത്തും കാസർഗോഡും പുറകോട്ട് പോയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ NDA. 243 വോട്ടുകൾക്കാണ് ഒരു ഘട്ടത്തിലെങ്കിലും VD സതീശനെ പിന്നിലാക്കുന്നത്. 240 വോട്ടുകൾക്കാണ്. 243 വോട്ടുകൾക്ക് VD സതീശൻ. വൻമരങ്ങൾ ഒരു ഘട്ടത്തിലെങ്കിലും പിന്നിലേക്ക് പോകുന്നു എന്നത് രാഷ്ട്രീയ കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നു എന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. 1000 വോട്ടിന്റെ ലീഡ്. നാട്ടകം സുരേഷിന് 6636 വോട്ടിന്റെ ലീഡ്. നാട്ടകം സുരേഷിന് 6636 ലീഡ്. വാസവൻ തോൽക്കുന്നു. ശബരിമല പ്രതിഫലിക്കുന്നു. കോട്ടയത്തെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിച്ചത് ആ മണ്ഡലത്തെ ആയിരുന്നു. പ്രത്യേകിച്ച് VN വാസവനിലൂടെയായിരുന്നു അങ്ങനെ കോട്ടയത്തെ ചുമപ്പിക്കാൻ സാധിച്ചതെങ്കിൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കുന്നു എന്നതാണ് രാഷ്ട്രീയം കാണുന്നത്, രാഷ്ട്രീയ കേരളം കാണുന്നത്. AKM അഷ്റഫ് ലീഡ് ഉയർത്തുന്നു. 2452 വോട്ടായി ലീഡ് ഉയർത്തിയിരിക്കുന്നു.
സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ പിടിക്കും. സന്ദീപ് വാര്യർ ലീഡ് നില ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ ഇടതിന്റെ കോട്ട പിടിക്കും. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കുള്ള സന്ദീപിന്റെ വരവ് വെറുതെ ആയില്ല. സന്ദീപിനെ എഴുത്തള്ളിയവർക്കുള്ള മറുപടിയായി തൃക്കരിപ്പൂർ പോലെയുള്ള ഇടതുകോട്ടയിൽ സന്ദീപ് വാര്യർ തന്റെ വിജയഭേരി മുഴക്കുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 6000-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 6000-ന് മുകളിലേക്ക് എത്തുന്നു. ഇടതിന് ആശ്വാസമായി ഒല്ലൂരിൽ ഒരു കെ രാജൻ 3402 വോട്ടുകൾക്ക്. ഇടതിന് ആശ്വാസമായി കെ രാജൻ. ഇടതിന് ആശ്വാസമായി ഒല്ലൂരിൽ ഒരു CPI 9 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. LDF-ന് ആശ്വാസം CPI-യുടെ കണക്കാണ്. 9 സീറ്റുകളിൽ CPI മുന്നിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ? ഷൊർണൂർ പോലെയുള്ള CPM-ന്റെ കോട്ടയിൽ ഹരിഗോവിന്ദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.